അദ്ദേഹത്തിന്റെ വരവിലും പ്രഖ്യാപിക്കാറുണ്ട്, അല്ലാത്ത സന്ദർഭങ്ങളിലും അദ്ദേഹം പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള ഒരു വലിയ കൺസേണാണ് ഇതിലെല്ലാം കാണുന്നത്. 2 മാസത്തിനിടയിൽ 3 പ്രാവശ്യം ഒരു സംസ്ഥാനം സന്ദർശിക്കുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമാണ്. അത്തരമൊരു അപൂർവത, അങ്ങനെ ഒരു സൗഭാഗ്യം കേരളത്തിന് കിട്ടിയിട്ടുള്ളതും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതിന്റെ ഒരു വലിയ സൂചന തന്നെയാണ്. അതുകൊണ്ട് ഈ പദയാത്രയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് പുതിയ കേരളം എന്നുള്ളതാണ്, മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. ഈ രണ്ടും കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സന്ദർശനവും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പദയാത്രയുടെ സന്ദേശം പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും അത് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ഗുണകരമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് റിപ്പോർട്ടും അത്തരത്തിലുള്ള. നരേന്ദ്രമോദിയുടെ വരവിനെയും മോഡിയുടെ ഗ്യാരണ്ടിയെയും കേരളത്തിലെ 2 മുന്നണികളും വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ആവർത്തിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരായി വിമർശനം നടത്തുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ 2 മുന്നണികൾക്കും കൃത്യമായിട്ട് അറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് 10 വർഷക്കാലത്തെ മോഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ്. മോഡി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ മറികടക്കാൻ ഈ 2 മുന്നണികൾക്കും കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. ഈ മോഡി വിരുദ്ധ സഖ്യത്തിന് ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. 2019 റിസൾട്ടുമായി കമ്പയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് CPM-നും കോൺഗ്രസിനുമുള്ള സ്വാധീനത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയുമെങ്കിൽ കേരളമാണ് എന്ന് INDA നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ കേരളത്തിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ജനവികാരത്തെ സാധാരണ രാഷ്ട്രീയം വെച്ച് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് 2 മുന്നണികളും സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് പിന്നാലെ പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈ പ്രാവശ്യം വളരെ പച്ചയായ രീതിയിൽ സംഘടിത മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടുള്ള പരക്കം പച്ചിലാണ് LDF-ഉം UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി രാഷ്ട്രീയത്തിലെ എല്ലാ സാമാന്യ രീതികളും മറികടന്നുകൊണ്ട് മുസ്ലിം വോട്ടുകൾ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ള വലിയ വ്യഗ്രതയിലാണ് LDF-ഉം ഉള്ളത്, UDF-ഉം ഉള്ളത്. അതിനുവേണ്ടി മുന്നണിയെക്കുറിച്ചും തങ്ങളുടെ നിലപാടുകളൊക്കെ ഇവർ മറക്കുകയാണ്. 3ാം സീറ്റിനു വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം സംഘടിത ശക്തിയുടെ പാർട്ടി, മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ലല്ലോ വിളിക്കേണ്ടത്, അത് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഒരു പ്രകടമായിട്ടുള്ള രൂപമാണ്. ആ മുസ്ലിം സാമുദായിക സംഘടിത ശക്തിക്ക് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചർച്ച. മുസ്ലിം ലീഗ് 3ാമതൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം
വിലയിരുത്തുകയാണ്. ആകെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള പ്രശ്നം ഏത് സീറ്റ് കൊടുക്കുമെന്നതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സംഘടിതമായിട്ടുള്ള അവകാശവാദത്തിന് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നത്? നേരത്തെ ഇതേപോലെയുള്ള ഒരു സമ്മർദ്ദം മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളതാണ്. അന്ന് 5ാം അംഗസ്ഥാനത്തിനു വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള വിലപേശലും ആ വിലപേശലിനൊടുവിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കിയതും കേരളത്തിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സമാനമായ രീതിയിൽ തങ്ങളില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും പാർലമെന്റിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ചിന്തയാണ് അവർ കോൺഗ്രസ് നേതൃത്വമായിട്ട് വിലപേശുന്നത്. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായമാണ്. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുടെ തണലിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. ആ ഒരു വസ്തുതയുടെ പിൻബലത്തിലാണ് മുസ്ലിം ലീഗ് 3ാം സീറ്റിന് വേണ്ടി വിലപേശുന്നത്. ഞങ്ങളുടെ ചോദ്യം, കോൺഗ്രസ് നേതൃത്വം ഈ വിലപേശലിന് മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ മുസ്ലിം സാമുദായിക ശക്തിയുടെ പിൻബലമില്ലായെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മേൽവിലാസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെടുകയാണ്. കോൺഗ്രസ് പഴയ ചരിത്രമൊക്കെ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ലീഗിന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത് എന്ന് കോൺഗ്രസിനെ ആദ്യം ഉപദേശിച്ചത്, കേരളത്തിലെ കോൺഗ്രസിനെ ആദ്യം ഉപദേശിച്ചത് പണ്ട് ജവഹർലാൽ നെഹ്റുവാണ്. ലീഗിനെ ചത്തകുതിര എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ആ ചത്തകുതിരയെ പിന്നെ പടക്കുതിരയാക്കി മാറ്റിയത് പിന്നീടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. അതിന്റെ തിക്തഫലം കോൺഗ്രസ് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് ശ്രീമാൻ എ കെ ആന്റണിക്ക് തുറന്നു പറയേണ്ടി വന്നിട്ടുള്ളത്, സംഘടിതമായിട്ടുള്ള ഈ ശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അത് കേരളത്തിലെ സാമുദായിക സന്തുലിതാവസ്ഥ അപകടപ്പെടുത്തുന്നതാണ് എന്ന് ആന്റണിയെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത് ലീഗിന്റെ സാമുദായിക രാഷ്ട്രീയത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കുക എന്നുള്ളതാണ്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം അത് ആവർത്തിക്കുകയാണ്. കോൺഗ്രസ് സ്വന്തം പാർട്ടി അണികളോടും സ്വന്തം സംഘടനയോടും ചെയ്യുന്ന അങ്ങേയറ്റത്തെ വഞ്ചനയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. രസകരമായിട്ടുള്ളൊരു വസ്തുത, ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരേ സന്ദർഭത്തിൽ കോൺഗ്രസുമായിട്ടും CPM-ആയിട്ടും വിലപേശുകയാണ്. മുസ്ലിം ലീഗിനെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം CPM-നുണ്ട്. LDF-ന്റെ കൺവീനർ ഇത് തുറന്നു പറഞ്ഞു. അവർക്ക് കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നും അവർക്ക് അർഹതപ്പെട്ടതാണ് എന്നും അവർ തങ്ങളുടെ കൂടെയാണ് വരേണ്ടത് എന്നിപ്പോ LDF-ന്റെ കൺവീനർ പറയുകയുണ്ടായി. അപ്പൊ ഒരു സംഘടിത മതസമുദായത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു സംഘടിത വോട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, അതിന്റെ ഒരു അഹങ്കാരത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികളോടും ഒരേപോലെ വിലപേശുന്ന അങ്ങേയറ്റം നാണംകെട്ട രാഷ്ട്രീയം സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിനോട് എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം, CPM നേതൃത്വം ഇത്തരമൊരു സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ആ പാർട്ടിയിലെ അണികളെങ്കിലും ആലോചിക്കണം. CPM കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലബാറിലെ 3-4 ജില്ലകൾ മാത്രമല്ല കേരളം എന്നവർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള സംഭവവും കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് CPM മനസ്സിലാക്കണം, കോൺഗ്രസ് മനസ്സിലാക്കണം, കേരളം എന്ന് പറഞ്ഞാൽ കാസർഗോഡും കോഴിക്കോടും മലപ്പുറവും മാത്രമല്ല, അതിനപ്പുറത്തും ചില ജില്ലകളുണ്ട്. മുസ്ലിം സംഘടിത സമുദായത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ എല്ലാ നാണവും മറന്നുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ തയ്യാറാകുന്ന കേരളത്തിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ മറ്റു സമൂഹങ്ങൾക്ക് വോട്ടുണ്ട്, ആരുടെ വോട്ടിന് വിലയുണ്ട്. ലീഗിന്റെ തിണ്ണമടക്കും ലീഗിന്റെ
CPM-ന്റെ തൻപ്രമാണിത്വത്തിന്റെയും മുമ്പിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല വോട്ടുള്ളത്, കേരളത്തിലെ മറ്റു സമൂഹങ്ങൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും വോട്ടുണ്ട് എന്ന് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം തിരിച്ചറിയുന്നതാണ്. ഏറ്റവും ചുരുക്കം അവരുടെ അണികളെങ്കിലും ആ കാര്യം തിരിച്ചറിയണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അവരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം കേരളത്തിന് ഗുണകരമാകില്ല എന്നുകൂടി ഞങ്ങൾ ഓർപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ സർക്കാരിന്റെ ചെലവുകളൊന്നും കുറക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇപ്പോ ഗവൺമെന്റ് ഖജനാവിലെ പണം ചെലവഴിച്ചുകൊണ്ട് നവകേരള സദസ്സുണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ സർക്കാരിനൊന്നും പറയാനില്ല. ഒരു ഗവൺമെന്റിന്റെ ഒരാളും ഒരു MLA-യും ഒരു മന്ത്രിയും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല. ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വിവരാവകാശ പ്രകാരം പുറത്തു വന്നിട്ടുള്ള കണക്കനുസരിച്ച് അവിടെ ലഭ്യമായിട്ടുള്ള പരാതികളിൽ 10% പോലും പരാതികൾ ഇനിയും അഡ്രസ് ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ പരിപാടിയായിരുന്നു. ആ പൊളിറ്റിക്കൽ പരിപാടിക്ക് വേണ്ടി ഖജനാവിലെ പണമാണ് ചെലവഴിച്ചത്. രണ്ടാമത്, മുഖാമുഖം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി ഒരു പ്രോഗ്രാം നടന്നു. ഇതും കോടിക്കണക്കിന് രൂപ സർക്കാരിന് ചെലവാകുകയാണ്. എന്താണ് ഈ മുഖാമുഖത്തിന്റെ ഇങ്ങോട്ട്? ആരോടാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്, സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ലല്ലോ അഡ്രസ് ചെയ്യുന്നു, അവരുമായിട്ടല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഖജനാവിലെ പണം ചെലവഴിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സം ഇവർക്കില്ല. അതേസമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് വാദവരാകെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇരട്ടത്താപ്പാണ്. ആദ്യം ചെയ്യേണ്ടത് ധൂർത്തും ദുർവ്യയവും സർക്കാർ അവസാനിപ്പിക്കാനാണ് തയ്യാറാകുന്നത്. കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ചർച്ച വേണമെന്ന് സുപ്രീം കോടതി പറയാനുള്ള കാര്യം, കേരള ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് നിയമപരമായി പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു കോടതിയിൽ കേസ് വന്നാൽ ആ കേസിന് ലീഗാലിറ്റി ഇല്ലാതാകുമ്പോഴാണ് കോടതി കൺസെന്റ് കക്ഷികളോട് പറയുക, നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് തയ്യാറാവുകയെന്ന്. അങ്ങനെയാണല്ലോ അതിന്റെ വ്യാവഹാരിക ഭാഷ. കേരള ഗവൺമെന്റിനോട് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങളുടെ ഭാഗത്തിന് ലീഗാലിറ്റി ഇല്ല, നിങ്ങളുടെ ഭാഗത്ത് നിയമപരമായിട്ടുള്ള യാതൊരു പിൻബലവും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ സഹായം സ്വീകരിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. BJP നേരത്തെ പറഞ്ഞത് ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പിൻബലമില്ല എന്നുള്ളതാണ്. നിയമപരമായി പിൻബലമില്ലാത്ത കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. അങ്ങനെ പാലിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്രത്തിൽ കൂടുതൽ സഹായം വേണമെന്ന് പറയുക? ഭരണഘടനാപരമായിട്ട് അവകാശപ്പെട്ടതെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇനി വേണ്ടത് അധിക സഹായമാണെങ്കിൽ ആ അധിക സഹായം ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടി തയ്യാറാകണം. ഏറ്റവും കുറവ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാത്ത സംസ്ഥാനം കേരളമാണ്. കൈവശം കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനും കൂടി മന്ത്രി മറുപടി പറയണം. എന്തുകൊണ്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്? ഈ സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ദുഷ്ടലാക്ക് കൊണ്ടാണ്. കേന്ദ്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിയുടെ ധനവിനിയോഗത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാകുന്ന മാനദണ്ഡങ്ങൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവർ സ്വീകരിക്കാൻ തയ്യാറാക്കുന്നതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് BJP ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള പണം, നിങ്ങൾക്ക് ലഭിച്ച പണം എത്ര, നിങ്ങൾ ചെലവാക്കിയ പണം എത്ര, ഇതിനെക്കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ നിങ്ങൾ തയ്യാറാണ്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ
വിവിധ സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ധവളപത്രം ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ അവസാനത്തെ സെഷനിൽ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തെ കുറിച്ചുള്ള ധവളപത്രത്തിൽ അതിന്റെ ഒരു ഭാഗം വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായത്തെ കുറിച്ചാണ്. ആ ഡോക്യുമെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതനുസരിച്ച് കേരളത്തിന് കിട്ടിയിട്ടുള്ള പണം എത്രയാണ് എന്ന ഡോക്യുമെന്റിലുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പണവും പണത്തിന്റെ വിനിയോഗത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ഒരു ധവളപത്രം കൊണ്ടുവന്നെയാണ്. 50% പോലും തുക വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതെല്ലാം രാജ്യത്തിലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഗുണകരമാകേണ്ട പണമാണ്. ആരോഗ്യ മേഖലക്ക്, വിദ്യാഭ്യാസ മേഖലക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, നമ്മുടെ വനവാസി കോളനികളിലേക്ക് ഇതിനെല്ലാം വേണ്ടി ചെലവഴിക്കുന്ന പണമാണ്. ഇതെല്ലാം വേണ്ടി കേന്ദ്ര പദ്ധതികളുണ്ട്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ 50% പോലും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഡോക്യുമെന്റ് സഹിതമാണ് പറയുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. സംസ്ഥാന സർക്കാർ ചാലഞ്ച് ചെയ്യട്ടെ, ഓരോ പദ്ധതികൾ പ്രകാരം ചാലഞ്ച് ചെയ്യട്ടെ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഓരോ പദ്ധതിക്ക് കിട്ടിയിട്ടുള്ള പണത്തിന്റെ കണക്ക് എത്രയാണെങ്കിലും ധവളപത്രം പുറപ്പെടുവിക്കാൻ തയ്യാറാക്കട്ടെ. അപ്പോഴാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമാവുക. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ മിസ്മാനേജ്മെന്റ് ആണുള്ളത്. ഒരു ധനകാര്യ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഒരു ധനകാര്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒരു തരത്തിലും തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കണക്കുകൾ കൊണ്ട് മായാജാലം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിക്ക് അതുപോലും കഴിയില്ല. കേരളം കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയാണ് ശ്രീ ബാലഗോപാൽ. അദ്ദേഹത്തിന് ധനകാര്യ മാനേജ്മെന്റും അറിയില്ല, കാര്യങ്ങൾ അവതരിപ്പിക്കാനും അറിയില്ല. ഇനി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാര്യങ്ങൾ പ്രസംഗിക്കാനും സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ആദ്യത്തെ ചർച്ച എങ്ങനെയാ പരാജയപ്പെട്ടത്? ധനകാര്യമന്ത്രി പറയട്ടെ, എങ്ങനെയാ പരാജയപ്പെട്ടത്? ഉദ്യോഗസ്ഥന്മാരുടെ കൈവശം ധനകാര്യമന്ത്രി കൊടുത്തുവിട്ട നിർദ്ദേശങ്ങൾ മുഴുവൻ അട്ടർ പ്രോത്സാഹിക്കും. ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റും ഇവിടുന്ന് പോയവരെ കൊണ്ടുപോയിട്ടില്ല, അവിടുന്ന് കൊടുത്തുവിടാൻ ധനകാര്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളം കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയാണ് ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ് ഈ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തോമസ് ഐസക് തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കടബാധ്യതയുടെ പൂർത്തീകരണമാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തിക ക്രമക്കേട് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്ന വലിയ ധൂർത്തും ദുർവ്യവും അത് അവസാനിപ്പിക്കാതെ കേന്ദ്ര ഗവൺമെന്റിന് പോൽ പടിചാരിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ധനകാര്യ മിസ്മാനേജ്മെന്റ് അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് BJP ആഗ്രഹിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും കൊള്ളയും ധൂർത്തും അഴിമതിയും ഇതാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഇങ്ങനെ പുറകോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. അത് ജനങ്ങളെ അവതരിപ്പിക്കാൻ ഞങ്ങൾ യാത്രയിലുടനീളം പരിശ്രമിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് ശേഷം നടക്കുന്ന ഈ പ്രചരണത്തിലും ഞങ്ങൾ ഈ കാര്യം ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഫെബ്രുവരി മാസം 25 മുതൽ മാർച്ച് 5 വരെയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള അവസാനവട്ട ക്യാമ്പയിൻ പാർട്ടി നടത്തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരെല്ലാവരെയും നേരിട്ട് കാണാനും അവരുമായി സംവദിക്കാനും വേണ്ടിയുള്ള ഒരു വലിയ സമ്പർക്കം, ഒരു ക്യാമ്പയിൻ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 5 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യവ്യാപകമായിട്ടുണ്ട്. കേരളത്തിലും ആ ക്യാമ്പയിൻ നല്ല രീതിയിൽ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 27-ാം തീയതി പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പുതിയ തരംഗം സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് കേരളത്തിലെ രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ തീരുമാനം കേന്ദ്ര പാർട്ടികൾ എടുക്കണം. നരേന്ദ്രമോദി എവിടെ മത്സരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര പാർലമെന്റ് കൊണ്ടാണ്.
ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർട്ടി പ്രവർത്തകന്മാർക്ക് നരേന്ദ്രമോദി അവരുടെ സംസ്ഥാനത്ത് മത്സരിക്കുന്ന ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ തീരുമാനം ഞങ്ങളുടെ അതൊരു ചോദ്യത്തോടെ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ഇത്തവണത്തെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിലെ BJPയുടെ പ്രവർത്തനത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാവും. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് എത്ര സാധിച്ചിട്ടുണ്ട് എന്ന് വരെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രോ മോഡിയും ആന്റി മോഡിയുമാണ്. രണ്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഒരു ഭാഗത്ത് മോഡിക്ക് അനുകൂലമായിട്ടുള്ള ശക്തികൾ, ഒരു ഭാഗത്ത് മോഡിക്കെതിരായിട്ടുള്ള ശക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, LDFും UDFിനും രണ്ട് സ്ഥാനാർത്ഥികളെ പോലും ആവശ്യമില്ല, ഒരു സ്ഥാനാർത്ഥി ആവശ്യമുള്ളൂ. അത് വെറുതെ ആവശ്യമില്ലാത്തവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവുണ്ടാക്കുകയാണ്. മോഡി അനുകൂലികളും മോഡി വിരോധികളും തമ്മിലുള്ള മത്സരമാണ്. അതിൽ മോഡി അനുകൂലികളുടെ ഭാഗത്തുള്ള ആളുകളിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമത്തിന്റെ ഒരു റിസൾട്ട് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ്. എങ്ങനെയായാലും നരേന്ദ്രമോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു കാര്യം കൂടി കേരളത്തിലെ BJPയുടെ പ്രവർത്തനം കൂടി സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. ഏത് തെരഞ്ഞെടുപ്പും അങ്ങനെയാണ്. ഏത് തെരഞ്ഞെടുപ്പും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം കൂടി വിലയിരുത്തപ്പെടുന്നതാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് മാത്രം ഏത് തെരഞ്ഞെടുപ്പും അങ്ങനെയാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടിയാണല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമാണ്. BJPക്ക് മാത്രം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെയാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഞങ്ങൾ കാണുന്ന വ്യക്തികൾ BJPയുടെ ഒരു സർക്കിളിനപ്പുറത്തുള്ള ധാരാളം ആളുകളുമായിട്ട് ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ യാത്രയിൽ തന്നെ ഞങ്ങളുടെ ഉച്ചവരെയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകന്മാരെയോ അനുഭാവികളെയോ കാണാനല്ല അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം ശ്രമിച്ചിരുന്നത് മുഴുവൻ BJPക്ക് അപ്പുറത്തുള്ള, പരമ്പരാഗതമായി BJPയെ സഹായിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തുള്ള വ്യക്തികളെയും സംഘടനകളെയും സമൂഹങ്ങളെയൊക്കെ കാണാനാണ് അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത്. ആ പരിശ്രമമൊക്കെ വലിയ വിജയകരമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊന്നും BJPയുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറാകാത്ത ആളുകൾ BJPയോടൊപ്പം സഹകരിക്കുന്നു. അത് BJPയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ 100% അംഗീകരിച്ചതുകൊണ്ട് മാത്രമല്ല അവർ വരുന്നത്. അവരുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ സമ്പർക്കത്തിന് പോകുന്ന സമയത്ത് 2-3 ഘട്ടം ഞങ്ങൾ കേരളത്തിൽ ദൃഢസമ്പർക്കം നടത്തിയിരുന്നു. ഇപ്പോ ഈ രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ള ഗാവ് ചലോ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ കേരളത്തിൽ ബൂത്ത് വിജയയാത്ര എന്ന പേരിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. കേരളത്തിലെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഒരു ദിവസം മുഴുവൻ ബൂത്തിൽ ചെലവഴിക്കുന്ന പ്രോഗ്രാമാണ്. ആ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരെ കാണാനല്ല പരിശ്രമിച്ചിരുന്നത്. ഞങ്ങൾ പരിശ്രമിച്ചത് അതിനപ്പുറത്തുള്ള സാമാന്യ ജനത്തെ കാണാനാണ്. ഞങ്ങൾക്ക് പോകുന്ന വീടുകളൊക്കെ ഞങ്ങൾ കിട്ടുന്ന ഫീഡ്ബാക്ക് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ വേവ് കേരളത്തിലുണ്ട്. അപ്പൊ അത് തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയം കേരളത്തിലുണ്ട്. അത് ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി പരസ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ദേശീയ തലത്തിൽ കർഷകർ വൻ പ്രതിഷേധമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ നിന്ന് കർഷകരെ ചേർത്ത് നിർത്തുന്നത്, ഇന്ത്യയുമായി ചേർത്ത് നിർത്തുന്ന ഈ പദയാത്രയിൽ എന്താണ്? നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം കർഷകന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം മതി കർഷകന്മാരെ ചേർത്ത്. ഞങ്ങൾ പദയാത്രയിൽ പറയുന്നുണ്ടല്ലോ ആ കാര്യം. സംസ്ഥാന സർക്കാർ കർഷകന്മാരോട് ചെയ്ത കാര്യങ്ങൾ, നരേന്ദ്രമോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൂടുതലൊന്നും പറയണം. കർഷക സമരം എന്ന് പറയുന്നത് അതിന്റെ പുറകിലൊക്കെ ധാരാളം രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയമാണ്. സമരം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരം നടത്തുന്ന ഒരു ജനവിഭാഗത്തെയും ചോദ്യം ചെയ്യാനോ എതിർക്കാനോ ഞങ്ങൾ തയ്യാറല്ല. ജനാധിപത്യത്തിൽ സമരം ഉണ്ടാകും. ആ സമരത്തോട് ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. സമരം ചെയ്യുന്ന സംഘടനകളുമായിട്ട് സർക്കാർ സംസാരിക്കുകയാണ്, സർക്കാരിന്റെ മന്ത്രിമാർ സംസാരിക്കുകയാണ്, ഡിബേറ്റിലൂടെ സംവാദത്തിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്, സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രമാത്രം കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ബഡ്ജറ്റ് മാത്രം പരിശോധിച്ചാൽ മതി, 5 ഇരട്ടിയാണ്. 2004 മുതൽ 2014 വരെയുള്ള
UPA ഗവൺമെന്റ് ബഡ്ജറ്റിൽ അനുവദിച്ചതിന്റെ 5 മടങ്ങ് അധികമാണ് ഞങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ബഡ്ജറ്റിൽ. അത് മുഴുവൻ കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ, കാർഷിക മേഖലക്ക് വേണ്ടിയിട്ടാണല്ലോ. രാജ്യത്തിലെ 11 കോടി കർഷകന്മാർക്ക് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിക്കുന്ന ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. 1 ലക്ഷം കോടിയാണ് ഈ പ്രാവശ്യം കർഷകർക്ക് വായ്പ കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. അതൊക്കെ കർഷകന്മാർക്ക് കിട്ടുന്നതാണല്ലോ. എന്നിട്ടും കർഷകന്മാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാ സാധ്യതയും പരിശോധിക്കും. തീരുമാനമായിട്ടില്ല. അതിന്റെ പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ഡൽഹിക്ക് പോയിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വമായിട്ട് ചർച്ച നടന്നു. കുറച്ചു നേരത്തെ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പാർട്ടിക്കകത്തുള്ളവരുണ്ടാകും, പാർട്ടിക്ക് പുറത്തുള്ളവരുണ്ടാകും. എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടും. ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കേന്ദ്ര പാർലമെന്റ് ബോർഡുമാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ കാര്യങ്ങളാണ് കേന്ദ്ര നേതൃത്വമായിട്ട് പാർട്ടി പ്രസിഡന്റ് കൺവീൻ ചെയ്യുന്നത്. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. പ്രചരണം BJPക്ക് വോട്ട് ചെയ്യാനല്ലേ പ്രചരണം ആരംഭിച്ചിട്ടുള്ളൂ, വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടുള്ളൂ. താമരയുണ്ട് 540 മണ്ഡലങ്ങളിലും ഇപ്രാവശ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ആ സ്ഥാനത്ത് താമരയുണ്ട്. ഈ കിഴക്കമ്പലത്തെ 2020യുമായി ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ച സംസ്ഥാന നേതൃത്വം അറിഞ്ഞു നടന്നിട്ടുണ്ടോ? സംസ്ഥാന നേതൃത്വം അറിയാതെ BJPയുടെ ഒരു സംഘടന രീതി അനുസരിച്ച് ആരുമായിട്ടും ചർച്ച നടത്തില്ല. അത് BJPയുടെ ഒരു സംഘടനാ രീതി അറിയത്തില്ല. BJPയുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം ആരോടെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ ചർച്ച നടത്തുന്നു, സ്വാഭാവികമായിട്ടും അത് കേരള ഘടകത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പാർട്ടിക്ക് തരും. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന ഘടകം അറിയാതെ ചർച്ചകൾ ഉണ്ടാകുക എന്നതൊക്കെ പറയുന്നത് അത് BJPയുടെ സംഘടനാ രീതിയെ കുറിച്ചുള്ള അറിവിലേക്കുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം BJP സംസ്ഥാന നേതൃത്വം അറിഞ്ഞു ചർച്ച നടന്നിട്ടുണ്ടോ? അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്ന് ഞാനിങ്ങനെ പത്രസമ്മതം പറയും. അത് ഞങ്ങളുടെ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാമല്ലോ. ഞങ്ങൾ പലതുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, സമുദായങ്ങൾ എല്ലാവരുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ പ്രോ മോഡി വേവ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് ആരോടൊക്കെ ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. താങ്കൾ ഈ BJP സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരിൽ ഒരാളാണ്. ഈ 2020യുടെ കിഴക്കമ്പലത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ പ്രവർത്തനത്തെ ഒരു പാർട്ടി എന്ന നിലയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സംഘടനയോ മാത്രം നിങ്ങൾ അതിനെ ചോദിക്കുന്നത്. നിങ്ങൾ എറണാകുളത്തെ മാധ്യമ പ്രവർത്തകരല്ലേ? കിഴക്കമ്പലത്തെ അദ്ദേഹത്തിലുള്ള സ്വാധീനം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾ അറിയുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം BJPക്ക് ഒരു അജണ്ടയും. ആ അജണ്ട എന്ന് പറയുന്നത് നരേന്ദ്രമോദി 10 വർഷക്കാലം മുമ്പോട്ട് വെക്കുന്ന ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ്. നമ്മുടെ രാജ്യം സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പൊളിറ്റിക്സ് കാണുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം മുഴുവനും ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ അത് മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ ജാതി സമവാക്യങ്ങളെയും രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന് സ്കോപ്പ് ഉണ്ട് എന്ന് രാജ്യത്ത് തെളിയിച്ചത് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ഡെവലപ്മെന്റ് പൊളിറ്റിക്സിനോട് സ്വീകാര്യതയുള്ള ആരുമായിട്ട് ഞങ്ങൾ സഖ്യം ചെയ്യും. ഞങ്ങൾക്ക് അതിന് ഒരു ബാറിയുമില്ല. ഞങ്ങളുടെ ബാക്ക് ഹിസ്റ്ററി പോലും ഞങ്ങൾക്കത് ഘടകം. ഞങ്ങൾ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒരേപോലെയാണ് മത്സരിക്കുന്നത്. പക്ഷെ 20 ജയിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ എനിക്കറിയാം. മാക്സിമം സീറ്റ് ജയിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഇത്രയെന്ന് ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാക്സിമം സീറ്റുകൾ ജയിക്കണം. പാർലമെന്റിൽ ഇനി കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാകും. കേരളത്തിൽ 2019 കേരളത്തിൽ പോയിട്ടുള്ള 20 പാർലമെന്റ് മെമ്പർമാരും അവർ കഴിഞ്ഞ 5 കൊല്ലക്കാലവും പാർലമെന്റിൽ വാതുറന്നത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയില്ല. അവർ നരേന്ദ്രമോദിയെ കൂട്ടി വിളിക്കാൻ വേണ്ടി. അതുകൊണ്ട് കൂട്ടി വിളിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നവർ പാർലമെന്റ് ഉണ്ടാകണം. അത് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയും. കേരളത്തിലെ ജനങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളല്ലേ പുറത്തുവിടുന്ന ഓരോ ദിവസം ഓരോ സ്ഥാനാർത്ഥികൾ.
BJP ഒരു സ്ഥാനാർത്ഥിക പട്ടിക തയ്യാറാക്കി. ആ സ്ഥാനാർത്ഥിക പട്ടിക ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ പിന്നെ ആ പട്ടികയ്ക്ക് പ്രസക്തിയുണ്ട്. ആ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നതാണ്. നിങ്ങൾ കുറെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങളിങ്ങനെ അത് വളരെ സന്തോഷത്തോടുകൂടി ആസ്വദിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ പേരൊക്കെ പത്രത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, കുഴപ്പമൊന്നുമില്ല. ലിസ്റ്റ് 2-3 ദിവസത്തിനാണ്. നേരത്തെ പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഒരു തീരുമാനം വരാനുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പതിവ് വിട്ട് അങ്ങനെ ഒരു നീക്കം? അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്രാവശ്യം സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അങ്ങനെ ഒരു സമയം, ഓരോ സമയത്തും ഓരോ സ്ട്രാറ്റജിയാണല്ലോ പാർട്ടി സ്വീകരിക്കുക. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുന്ന പാർട്ടി വിലയിരുത്തലുണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കുറച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. അത് കേന്ദ്ര പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണ്. അത് പ്രയോജനപ്രദമുണ്ടായിരിക്കും സ്വാഭാവികം. NDA സ്ഥാനാർത്ഥി 2 സ്ഥലങ്ങളിൽ ഒന്നിച്ച് മത്സരിക്കും. അതെവിടെയാ കഴിഞ്ഞ പ്രാവശ്യം ഈ മനസ്സിലായി? ഒരാൾ 2 സ്ഥലത്ത് മത്സരിക്കും, വേണ്ടി വന്നാൽ മത്സരിക്കും. സാഹചര്യം കൂടി അതിന് മുമ്പ് മത്സരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വം. ആര് എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം, ഇതൊക്കെ പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതിലൊന്നും സംസ്ഥാന ഘടകത്തിന് റോളില്ല. കേന്ദ്ര നേതൃത്വം ഈ പ്രാവശ്യം അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരിക്കും. ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ലീഗ് ഒരു സാമുദായിക പാർട്ടി. പിന്നെ മുസ്ലിം ലീഗ് നരേന്ദ്രമോദിയുടെ അനുകൂലമുണ്ടോ? അത് പറയട്ടെ, നമുക്കറിയാം, അത് അവരാണല്ലോ പറയുന്നത്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കാണും. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ എല്ലാ സമ്മേളനങ്ങളും അത് പ്രസംഗിക്കുന്നത് തന്നെയാണ്. ഈ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് ഞങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്? ഇപ്പൊ BJP കാരനാണ്. BJP ഞങ്ങൾക്ക് എല്ലാവർക്കും സാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം BJP കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളെ ഈ ഇരിക്കുന്ന ഞങ്ങളെ പോലെ തന്നെ ഒരാളാണ് അദ്ദേഹം. ഞങ്ങൾക്കൊക്കെ ആകാൻ അർഹതയുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ട്. അത് മത്സരിക്കണോ വേണ്ടത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനം. അത് ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിലും കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാരെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് PC ജോർജ്. അദ്ദേഹം BJP-ക്ക് അടുത്തുള്ള ആളാണ്. ഈ PC ജോർജിന്റെ ഉദ്ഘാടനം ഞങ്ങള് പാലുകാച്ചൽ നടന്നു. ഇനി സ്വാഭാവികമായ നടപടികളാണ്. അത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഈ PC ജോർജിന്റെ രാഷ്ട്രീയ ശൈലി, മുൻകാലത്തെ അദ്ദേഹത്തിന്റെ സംസാര രീതി, ഇതൊക്കെ തന്നെ പൂർണ്ണമായും BJP സംസ്ഥാനത്ത് ഉൾക്കൊള്ളുന്നുണ്ടോ ഇപ്പോഴും? അതോ അത് ശരിയാണ് എന്ന തോന്നൽ ഇപ്പോഴും പാർട്ടിക്കുണ്ടോ? അല്ല, നമ്മുടെ പാർട്ടി BJP-യിലേക്ക് ഒരു ആൾക്കാർ ലയിച്ചു വരുമ്പോൾ നമ്മൾ അവരുടെ ജാതകം നോക്കിയിട്ടില്ലല്ലോ. ആളുകൾ BJP-യിലേക്ക് അവർ ഇന്നലെ എന്തായിരുന്നു എന്നതിന് പ്രസക്തിയുള്ളത്. നിങ്ങൾ നോക്കൂ, ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യും നരേന്ദ്രമോദിയെയും നിശിതമായി വിമർശിച്ചിട്ടുള്ള എത്ര ആളുകൾ പിന്നീട് BJP-യിലേക്ക് ചെന്ന് ഓരോ ദിവസം ചേർന്നുകൊണ്ടിരിക്കും. അവരൊക്കെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കി ആളുകളെ ചേർക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ കാര്യമൊക്കെ BJP ചേർക്കാൻ സാധിക്കും. BJP-യുടെ സമീപനം ഒരു ഘട്ടത്തിലും അങ്ങനെയല്ല, ഒരു കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളുകൾ ചേരാൻ തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പോട്ട് വെക്കുന്നത് BJP-യുടെ നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറാക്കും. അങ്ങനെ നിലപാടുകൾ അംഗീകരിക്കാൻ തയ്യാറാക്കുന്നവർ ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ള പ്രസക്തിയാണ്. ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ അവരെന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ഞങ്ങൾ ബോധം. രാഷ്ട്രീയ നേതാക്കളുടെ പശ്ചാത്തലം പ്രശ്നമല്ല, വന്നാൽ മതി. രാഷ്ട്രീയ പശ്ചാത്തലം അവർ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പശ്ചാത്തലത്തിലല്ല അവർ പ്രസ്താവന. അവർ വേറൊരു പാർട്ടിയായിരുന്നു. ആ പാർട്ടിക്ക് ഒരു നിലപാടുണ്ടാവും, അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. അവർ BJP-യിലേക്ക് വരുമ്പോൾ BJP-ക്ക് അനുസരിച്ച് പ്രതികരണം. BJP-യിലേക്ക് വന്നതിന് ശേഷം അവരുടെ പ്രതികരണം എന്താണ്, അതിനെക്കുറിച്ച് ഞങ്ങൾ ബോധേടാക്കും. രാജ്യത്തിലെ എല്ലാ ആളുകളും BJP ആഗ്രഹിക്കുന്നതനുസരിച്ച് പ്രതികരിക്കണം ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ഞങ്ങൾക്കാകെ സാധിക്കുന്നത് BJP-ക്ക് അകത്തുള്ള ആളുകൾ ഞങ്ങളുടെ പാർട്ടി ചട്ടക്കൂടനുസരിച്ച് പ്രതികരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ചട്ടക്കൂട് ഡയറക്ഷൻ PC ജോർജ് നൽകിയിട്ടുണ്ടോ നിലവിൽ പാർട്ടിയിൽ വന്ന ശേഷം? ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ അദ്ദേഹത്തിന് മാത്രമായി തിരിച്ചറിയാം.
ഞങ്ങൾക്ക് എല്ലാ BJP നേതാക്കന്മാർക്കും ഒരു ചട്ടക്കൂടുണ്ട്, അത് അദ്ദേഹത്തിന് ബാധകമാണ്, സ്വാഭാവികമാണ്. ഓക്കെ, ആവശ്യത്തിനൊക്കെ ആയിരിക്കും. അത് അങ്ങേയറ്റം അപലപനീയമാണ്, പ്രതിഷേധം. ഒരു വൈദികനെതിരെയുള്ള കയ്യേറ്റത്തിലുള്ള ശ്രമമാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിക്കപ്പെടാതെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ വാഹനം അദ്ദേഹത്തിന്റെ വിലയെ കയറി. പൂഞ്ഞാർ ഭാഗത്ത്, ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഭാഗത്ത് ഇപ്പോഴും തീവ്രവാദ ശക്തികൾക്ക് ഏറ്റവും വലിയ സ്വാധീനമുണ്ട് എന്നുള്ള തെളിവാണ്. കോട്ടയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ കോൺട്രോൾ ചെയ്തുകൊണ്ട് വലിയൊരു ഒറ്റപ്പെടുത്താൻ ശ്രമം ഉണ്ടായി. നിരവധി റിപ്പോർട്ടുകൾ, സംസ്ഥാന ഇന്റലിജൻസിന്റെയും കേന്ദ്ര ഇന്റലിജൻസിന്റെയും നിരവധി റിപ്പോർട്ടുകൾ പൂഞ്ഞാർ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം ഭീകരവാദ സംഘടനയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുണ്ട്. സംസ്ഥാന ഇന്റലിജൻസ് അത് കണ്ടുകഴിഞ്ഞെടുക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇപ്പോഴവർക്ക് സജീവമാണ്. എന്തുകൊണ്ടാണ് ഒരു വൈദികൻ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്? കേരളത്തിലെ LDF-ഉം UDF-ഉം പ്രതികരിക്കുന്നതുകൊണ്ടാണ്. BJP അല്ലല്ലോ അദ്ദേഹം ഒരു വൈദികനാണ്. ഒരു വൈദികനെ പരസ്യമായിട്ട് ആക്രമിക്കാൻ ഒരു കൂട്ടം സാമൂഹിക വിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകൾ പരിശ്രമിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ സംഭവത്തെ അപലപിക്കാൻ VD സതീശൻ തയ്യാറാക്കുന്നത്, K സുധാകരൻ തയ്യാറാക്കുന്നത്, MV ഗോവിന്ദമാഷ് തയ്യാറാക്കുന്നത്? അപ്പോ ക്രിസ്ത്യൻ വൈദികരെല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ട് എന്നാണ് ഇവരുടെ നിലപാട്. മണിപ്പൂരിനെ കുറിച്ച് വലിയ വാദോരാതെ പ്രസംഗിക്കുന്നവർ പൂഞ്ഞാറ്റിലെ സംഭവത്തെ കുറിച്ച് എന്താ ഒന്നും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമാണ്. ഇപ്പോഴും LDF, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും കേരളത്തിലെ LDF-നെയും UDF-നെയും എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദ ശക്തികളാണ്. അവർ വരച്ച വരക്കപ്പുറത്ത് പോകാൻ LDF-നും ധൈര്യമില്ല, UDF-നും ധൈര്യമില്ല എന്നതാണ് പൂഞ്ഞാർ സംഭവത്തിൽ.